കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് 13 മൃതദേഹങ്ങളുടെ സംസ്കാരം നീളുന്നു. പോലീസിൽ നിന്നും NOC ലഭിക്കാൻ വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ തയ്യാറാകാത്ത മൃതദേഹം ചേളന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി സംസ്കരിച്ചിരുന്നു. കഴിഞ്ഞ 2 മാസമായി 13 മൃതദേഹങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെ കോൾഡ് റൂമിൽ അനാഥമായി കിടക്കുന്നത്. അനാട്ടമി ചട്ടമനുസരിച്ച് മരിച്ച് 72 മണിക്കൂറിനുള്ളിൽ സംസ്കാരം നടത്തണമെന്നിരിക്കെയാണ് സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി തുടർ നടപടികൾ വൈകുന്നത്. വായൂർ, വെള്ളയിൽ, എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളാണ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ബന്ധുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്കാരത്തിന് പോലീസ് NOC നൽകണം. ഈ അനുമതി വൈകുന്നതാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള തടസ്സം. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ മരിച്ച വ്യക്തിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായിരുന്നില്ല. തുടർന്ന് ചേളന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP നൌഷീർ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കാരം നടത്തുകയായിരുന്നു. മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധു കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അവരാരും തന്നെ ബോഡി ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് മാഷും RRT അംഗങ്ങളും ചേർന്നുകൊണ്ട് ഉദയം ഹോമിൽ ചെല്ലുകയും അവിടെ നിന്നും ചെറുവായൂർ പോലീസ് സ്റ്റേഷനിലെത്തി ബോഡി ഏറ്റുവാങ്ങുന്നതിനുള്ള അനുവാദപത്രം വാങ്ങുകയും ആ അനുവാദപത്രവുമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ചെന്ന് ബോഡി ഏറ്റുവാങ്ങി വെസ്റ്റീൽ ശ്മശാനത്തിൽ സംസ്കരിക്കുകയുമാണ് ചെയ്തത്. ഈ സംഭവത്തോടെയാണ് മോർച്ചറിയിൽ 2 മാസമായി സൂക്ഷിച്ചു വരുന്ന മൃതദേഹങ്ങളുടെ കണക്ക് പുറത്തു വന്നത്. മോർച്ചറിയിലെ കോൾഡ് റൂമിന്റെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇത്രയും കാലം സംസ്കാരം വൈകുന്നത് മൃതദേഹത്തോടുള്ള അനാദരവാണെന്നിരിക്കെ പോലീസ് നടപടികൾ വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യം ശക്തമാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.